ഹായ്, ഞങ്ങളിപ്പോഴും ഉക്രൈൻ പോളണ്ട് ബോർഡറിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിപ്പോഴും സ്റ്റുഡൻസ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരെ വിട്ടിട്ട് പോകാൻ പറ്റുന്നില്ല. നമുക്ക് ഇവിടുന്ന് എംബസിയുടെ ഭാഗത്തുനിന്ന് മതിയായ സഹായങ്ങളൊന്നും കിട്ടുന്നുമില്ല. അപ്പോൾ ഞങ്ങളിവിടെ ഉള്ളവർ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ കുറച്ച് പിള്ളേരിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഹൊറിബിളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസസ് ആണ്. അത് നമുക്ക് നിങ്ങളുമായിട്ടൊന്ന് ജനങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഒന്ന് സഹായിക്കണം. ഞാൻ അവരുടെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഈ ഷെഹീനി ബോർഡർ ലിബീബിൽ നിന്ന് ഏകദേശം ഒരു 45-60 കിലോമീറ്റർ മാറിയിട്ടാണ്. ഈ ഷെഹീനി ബോർഡർ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും നമ്മൾ പറയും സുഖമായിട്ട് പോളണ്ടിലോട്ട് കടക്കാൻ പറ്റുന്നൊരു ബോർഡർ മാത്രമാണ്. അതിനകത്ത് സത്യം പറഞ്ഞ് ഈ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എന്നല്ല, അതായത് ഒരു പട്ടിക്കൂട്ടിൽ നിന്ന് കുറച്ച് പട്ടികളെ അഴിച്ചുവിട്ടിട്ട് മനുഷ്യനെ കടിക്കാൻ പറഞ്ഞിട്ട് ഒരാളത് കണ്ട് രസിക്കുന്നത് ഇങ്ങനെ ഇരിക്കും. അതുപോലെ ചെറിയൊരു ഡോർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഇവരാൾക്കാർക്ക് കയറ്റുന്നത്. എന്നാൽ ഈ കയറ്റുന്ന ആൾക്കാരെന്ന് പറയുന്നത് എല്ലാവരും റഷ്യൻസ്, യുക്രൈനിയൻ, അൾജീരിയൻസ്, ഈജിപ്ഷ്യൻസ്, ആഫ്രിക്കൻസ്, ഖാനിയൻ, കോൺഗോ, എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ. ഇതെല്ലാവരും വരുന്ന അവിടെ കിടന്ന് ഇടിപിടി, കുറേ പേരെ കൈയും കാലം തല പൊട്ടി, ആരൊക്കെ മരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്ന് എങ്ങനെയൊക്കെ രക്ഷയിട്ട് ഉള്ളിലെത്തിയാണ് നമ്മൾ. ഇതിൽ ഞാനിപ്പോൾ ഒരു 4th ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇതായിട്ട് പറയാം. പക്ഷെ അതുപോലെ അല്ലേ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് നേരെ അവരൊക്കെ പേടിച്ചിട്ട് ഇതിനകത്തൊരു കയറിയിട്ട് പോലുമില്ല. ഇതാണ് സത്യം പറഞ്ഞ അവസ്ഥ. ഇവിടെ നോർക്ക, ഇന്ത്യൻ എംബസി ഇവരാരും ഒന്നും സഹായിച്ചിട്ടില്ല. പിന്നെ ഈ പോളണ്ടിൽ പഠിക്കുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട്, അവരുടെ ഒരുപാട് സഹായം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടം വരെങ്കിലും എത്തിയത്. അല്ലാതെ സത്യം പറഞ്ഞ ഏജൻസി, ഞങ്ങളിവിടെ എത്തിച്ച ഏജൻസി അവർ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചേട്ടന്മാരും, അല്ലാതെ വേറൊരു തരത്തിലുള്ള സഹായമോ കേരള ഗവൺമെൻറ് ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയും മീഡിയക്കാരെല്ലാവരും വിളിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മാത്രമല്ല, അതുപോലെ മന്ത്രിമാരും എല്ലാവരും. പക്ഷെ അവരാർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും പറയുന്നു എംബസിയോട്ട് സംസാരിക്കുന്നുണ്ട്. അത്രയുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ബോർഡറിൽ വന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ? അത് ഭയാനകർ എന്ന് പറഞ്ഞാൽ ഭയാനകർ. ഇതിനും എന്താ പറയുക, നിർദിഷ്ടമായിട്ടായിരിക്കും പെരുമാറാനും പറ്റില്ല. കാരണം ഉക്രൈൻകാർ അത്രക്കും തരനാകുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. 2-3 ദിവസം ഞങ്ങളിപ്പോൾ എല്ലാവരും പല്ലൂലും തേച്ചിട്ട് അതുപോലെയാണ്. ആകെ കഴിക്കുന്ന ഒരു ദിവസം 2-3 ബ്രെഡ്, ഒരു ഗ്ലാസ് വെള്ളം. നടക്കുന്നത് 40-50 കിലോമീറ്ററാണ് ഒരു ദിവസം. ഉറങ്ങുന്നത് 1 മണിക്കൂർ. അതും ബസ് വരാന്തയിലിരുന്നിട്ട് സാധാരണ ഈ തെരുവോരങ്ങളിലെ ആൾക്കാരിരിക്കില്ലേ, തെരുവോരങ്ങളിൽ നിന്ന് ഓരോ വസ്ത്രങ്ങൾ ചുറ്റിയിട്ട് അതുപോലെ. എന്നിട്ട് ഈ ജാക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് എന്താണ് ഇപ്പോൾ കുമാരവൻ കോച്ചുന്ന തണുപ്പത്താണ് ഈ ഇന്ത്യൻ എംബസി നമ്മൾ ഈ റോഡ് കട്ടിങ്ങിൽ കൊടുക്കുന്നത്. ഇതെനിക്ക് മാത്രമല്ല, ഇതിനെപ്പറ്റി പറയാണ്ട് ഒരുപാട് പേരുണ്ട്. പിന്നെ അവർ നിങ്ങൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തോ യുക്രൈൻ സോൾജേഴ്സ്? ഒരുപാട് തരത്തിൽ, അതായത് തോക്കൊണ്ട് ഭീഷണിപ്പെടുത്തുക, പിന്നെ അതുപോലെ തന്നെ തോക്കൊണ്ട് അടിക്കുക, ക്യൂവിൽ നിൽക്കുക. ഒന്നുമില്ല, ജസ്റ്റ് ഒരു 10 പേരുടെ പേരുണ്ടാക്കി ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ക്യൂവിൽ നിർത്തുന്നതിന് അല്ലെങ്കിൽ ഉള്ളിലോട്ട് വിടുന്നതിന് പകരം ഇവർ നമ്മളെ എന്തോരം അധംപതിക്കുക എന്ന് പറഞ്ഞ രീതിയിൽ അപമാനിക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നവർക്ക്. എന്നിട്ട് ഇതിൻ്റെ അവസാനം ഇതെല്ലാം കഴിഞ്ഞ് 3 മണിക്കൂർ 4 മണിക്കൂർ, അത് പിള്ളേർ രാവിലെ തൊട്ട് പട്ടിണിയാണെന്നും കൂടി ആലോചിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വോട്ട് കയറ്റിവിടുന്നത്. സത്യം പറഞ്ഞ ഇത് ജീവിതത്തിൽ തന്നെ എന്താ പറയുക, എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ പേടിയാകും. കാരണം ആ ഒരു ഷെഹീനി ബോർഡറിന് അവിടെ ഒരു ബോർഡർ കടക്കുന്ന ഒരു പ്രിസണാണത്. അത് കടക്കാൻ നിൽക്കുന്ന എല്ലാവരും പറയും അത് ശരിക്കും ഒരു റിയൽ ഹെല്ലായിരുന്നു. സത്യം പറഞ്ഞ 4-6 മണിക്കൂർ. ഇപ്പം അവിടെ നിന്ന് കടന്നിട്ട് ഒരു പെൺകുട്ടിയാണ് അനീഷ, പുള്ളിക്കാർ പറഞ്ഞുതരും അതെങ്ങനെയായിരുന്നു. Okay, and how was your experience? It was actually very horrible. Like for us, first of all, the journey was the most exhausting one. Okay. Already we had to walk for 30-40 kilometers. Okay. Then after going there, if you see people treating you like slaves or treating you like we are nothing to them, you feel more frustrated. And when we went there, at the first checkpoint itself, we started seeing the Ukrainian officials being very, very, very racist. Like they were very sweet towards the Ukrainians. Like the Ukrainians had a separate line and we had a separate line. Like Indians, Nigerians, and other nationalities. Okay. The way we were being treated, like the way they were pushing us so that cars can move, and the way they were talking to Ukrainians so that cars can move, there was a big difference. And with us, they were of course racist, but with Nigerians also they were very racist. They used to kick them, push them and all. And the way they treated was not at all humanly behavior, we would say. Like after this thing, I actually came to know the true reality of people of Ukraine. Because we knew nothing, but this actually taught us and gave us new experience. That was the first checkpoint.
Second checkpoint was the worst one. Okay. What was There, that? there we all had to. What was that actually? A bunker thing or what? I don't know. Kind of army It's like an army bunker from where they would slowly release people. Okay. Slowly means only 4 or 5. They could have removed more, but yeah, 4 or 5. And in that, the day when I went, the previous day, these people were already there, like some of our Mallu students. And their experience, they were standing there for 10 hours and they were still not removed or evacuated or whatever. Like, I don't know what did the embassy do in that case, because embassy, can I say bad about embassy? You can Yeah, no embassy, problem. I didn't find Because any it's their great- duty to do Yeah, it, and I they are didn't not find doing. Not even Ukraine ka embassy or Polish embassy, both didn't do the work which was needed to be done Okay. to save the students. And even Indian embassy also No. not supporting you, right? Yeah, nothing. And in that area, like the second checkpoint, first we all Indians decided to evacuate the girls. There were around 15-20 girls. Usme se first they removed 4 girls. Okay. And after that, some Ukrainians came to us and told, you want to go out, we'll rescue you all together. Okay. And then what they told, they made like a chain or something, like a bodyguard form, like 2-3 Ukrainians around the girls, so that they can take us. But actually what they tried to do is, we were 2 feet away from the jail and all Ukrainians are surrounded there. So whenever they used to open the gate, all the Ukrainians used to go. Okay, and Little they by are not little. letting Yeah, you go. and we were just around that circle and pushing them to go there. Okay. But nothing happened. In the end, in that full mess and ruckus, only Ukrainians were saved. Okay. And Indians are still in the jail. And then after suffocating, like there was so much of, what do you say? It was actually like a stampede. People are stamping, pushing. The girls are literally crying, please don't push, please don't push. It was like horrible, that view and the sounds also, like whenever I imagine of it, it was horrible. Like the girls were crying and all, some were literally squeezed type, like they were not able to get up. And when they were rescuing us, some of the military soldiers helped, but when I was being rescued, I don't think he saw if I was a girl or a boy. When he entered, he pushed me he just pushed me on the Okay. chest, and then he was scaring everyone there with a gun. Then when he noticed that I am a girl, he took me out. But it was I heard that they are not showing any difference between boys and girls. They are beating everyone. I don't know if girls got beatings or no. Like I got maybe, I don't know if Yeah, he some of the intentionally students did that came or in the not. morning. They tell me that they broken legs and beat with stick. Yeah, the Ukrainian, normal Ukrainian boys and all, while going out also, they were very mean. And it was actually very bad. Even when we were going, after we crossed the second checkpoint, we had to get the visa. Okay. For that we were standing in a long queue, and it was freezing cold there. That time the Ukrainian guards come and tell us, suddenly around 9 o'clock or 10 o'clock, we were standing there since 4 hours, they tell us you cannot go there anymore, get out. You hurted one of our children, so y'all shouldn't go out, y'all are going to stay here the whole night. And then it was a full mess. Like if a Nigerian questioned him also, sweetly he questioned him, he was being beaten by the Ukrainian guards. Okay. And the way they were shouting and pushing people, like literally people were scared to even go near them. So And you had some food there. nothing. Actually we had got the food, like we had to Okay, you buy have the it food, with yeah. you. Okay. But they didn't provide anything. Okay. There were only few, there are, I'll not say all Ukrainians are bad, but there were actually few Ukrainians who were trying to help us. Like there was a man who was trying to find things from there and helping us with blanket or jacket, because we had to stay the entire night there. That was a horrible night. Our legs were freezing. Some of us got frostbite. One of our girls got frostbite or something and she had to return back or something. And yeah. Okay, here are some medical support by the Polish government. If you would like, you can use it. And something else. The Polish government actually helped us a lot. മലയാളത്തിൽ പറഞ്ഞ കുഴപ്പമില്ല. അവിടെ പഠിക്കുന്ന ഒരുപാട് പോളണ്ടിൽ പഠിക്കുന്ന ഒരുപാട് 6th ഇയറും 5th ഇയർ ചേട്ടന്മാരുണ്ട്. അവർ നമ്മളെ ഒരുപാട് സഹായിച്ചു. അതുപോലെ തന്നെ അവരാണ് സത്യം പറഞ്ഞാൽ നമ്മളെ പോളണ്ട് വരെ എത്തിച്ചതും ബസ്സും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തത്, ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ നിന്നിപ്പോൾ ഫുഡ് കഴിക്കാൻ തന്നു, അതുപോലെ തന്നെ മെഡിസിൻസ്, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും, മൊബൈൽ സിം കാർഡ് വരെ തന്നത് നമുക്കിവിടെ. ഇവിടെ
ഇന്ത്യൻ എംബസിയോ അവരുടെ ഒരു മനുഷ്യനുമില്ല. അവർ തന്നിരിക്കുന്ന നമ്പർ വിളിച്ചിട്ട് ആരും എടുക്കുന്നുമില്ല. അവരെന്താ പറയുക, തീർച്ചും ഒരു നിർദിഷ്ടമായ ഒരു പരിഗണന നമ്മൾക്ക് തന്നിരിക്കുന്നത്. നമ്മളെ ഇന്ത്യയുടെ പാട്ട് തന്നെയാണ്, ഇവരെ വെച്ചിരിക്കുന്നത് നമ്മളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ എന്തിനാണ് ഈ ഇന്ത്യൻ എംബസി എന്നോ അവരുടെ ചെയർമാനോ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്തിനാണെന്ന് ഇനി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതിനും ഭയാനകമാരമായിട്ടൊരു എന്താ പറയുക ഒരു സന്ദർഭ ജീവിതത്തിൽ ഉണ്ടാവാനില്ല. അത്രക്കും പത്തറ്റിക് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സിവിയർ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം ഇത് അനുഭവിച്ചു പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ആ പ്രസിഡന്റ് ആ പരിസരത്ത് എത്തിയപ്പോഴത്തേക്കും 4 മണിക്കൂർ അനുഭവിച്ചതാണ്. ഞാൻ വിചാരിച്ച എൻ്റെ ജീവിതം അവിടെ തീർന്നുണ്ട്. കാരണം അതുപോലെ ഓരോ ആൾക്കാർ ഉന്തും തള്ളി നമ്മളെ മുഖത്ത് 70-80 കിലോ ഉള്ള 4 പേരൊക്കെ കിടക്കുന്നു. അത് കുറ്റാക്കൂരിട്ട് കണ്ണുപോലും പിടിക്കുന്നില്ല. എന്നിട്ട് ഇത് കണ്ട് രസിക്കുന്ന ആൾക്കാർ അവിടെ ഇരുന്നിട്ട് ഈ യുക്രൈനും ഗാർഡ്സ്. എന്നിട്ട് ഇവർ നമ്മൾ മതിലയാടാൻ നോക്കുമ്പോൾ ടേസറൊക്കെ വെച്ചടിച്ച് താഴോട്ട് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ആൾക്കാർ അതിൻ്റെ മുകളിൽ ചവിട്ടും. തികച്ചും ഇതിനെ എനിക്ക് എങ്ങനെ പറയണമെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു ബോർഡർ ലോകത്തുണ്ടോയെന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ. കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് തന്നെ അറിയുന്നത്. ഇതിനെപ്പറ്റി ഗവൺമെൻറ് ഹ്യൂമൻ റൈറ്റ്സോ എന്ത് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി ഇങ്ങനത്തെ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ എനിക്കിത് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഇത് വേറെ ആർക്കും വരാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് ഇതിനെതിരെ നടപടിയെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. കാരണം ചിലപ്പോൾ അവരുടെ പരിമിതികൾക്ക് അപ്പുറം എടുക്കും. പക്ഷേ ഇത് മറ്റുള്ളവരെ കാണിക്കേണ്ടത് എൻ്റെ കടമയായിരുന്നു. ഇനി ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങോട്ട് കടന്നു പോരാനായിട്ടുണ്ട്. ഒരുപാട് വരാനുണ്ട്. ഇനി ഒരു 100-150 സ്റ്റുഡൻസ് എത്താനുണ്ട്. അവരിതുപോലെ തന്നെ ഓരോരോ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ സ്ട്രക്ക്. ഏറ്റവും വലിയ പ്രശ്നം ഈ തണുപ്പാണ്. -12, -13 ഡിഗ്രി. ശരീരം കോച്ചിപ്പിടിക്കുന്ന തണുപ്പ്. ഈ തണുപ്പത്ത് എങ്ങനെ ഇവിടെ എത്തുന്നുള്ളതായിരുന്നു തന്നെ വളരെ സംശയമാണ്. അതിന് ഇന്ത്യൻ എംബസി ഒന്നും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം തണുപ്പ് സീസണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന് വേണ്ടിയുള്ള ബേസിക് കൊമഡിറ്റി, ഒരു നെസസിറ്റി പോലും ഇവർ ഒന്ന് ട്രാവലിങ് ഒന്നും അറേഞ്ച് ചെയ്തിട്ട് പോലുമില്ല. ഈ തണുപ്പത്ത് നമ്മളാരും നോക്കി ഇവിടെ തന്നെ എത്തുന്നു. അത് ഈ പോളണ്ടിലുള്ള ചേട്ടന്മാരും അതുപോലെ തന്നെ അവരുണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്ര നടന്നത്. പിന്നെ അതുപോലെ നമ്മളെ ഏജൻസി സഹായിച്ചിട്ടുണ്ട്. വേറെ ആരും ഒരു സഹായം ഒരു തരത്തിലൊന്നുമില്ല. എൻ്റെയൊക്കെ ഫോൺ തന്നെ ബാറ്ററി തീർന്നിട്ട് 1 ദിവസത്തിന് മുകളിലായി. വീട്ടുകാർ വിളിക്കുമ്പോഴത്തേക്കും അവരുടെ വിചാരം ഞങ്ങളൊക്കെ മരിച്ചു എന്നുള്ള രീതിയിലാണ്. കാരണം അവരെയും കുറ്റം പറയാമല്ല, അവരും അത്രയും പാനിക്ഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. കാരണം വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആർക്കും കിട്ടുന്നില്ല. പവർ ബാങ്ക് തീർന്നു, എല്ലാം തീർന്നു. കുടിക്കാൻ വെള്ളമില്ല, കടകളിൽ ചെന്ന് അങ്ങനെയൊക്കെ വിളിക്കുന്നു. ഇതിനപ്പുറം വേറൊന്നും ആരും ജീവിതത്തിൽ വരരുത്. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇനി ഞാൻ തിരിച്ച് യുക്രൈനിലോട്ട് പോകുമോ എന്നുപോലും എനിക്കൊരു ഉറപ്പില്ല. കാരണം എൻ്റെ പഠനം ഞാനിപ്പോൾ 4th ഇയർ ആയി. ഇനിയിപ്പോൾ എൻ്റെ 5th ഇയർ എന്താവും 6th ഇയർ എന്താവും എനിക്കൊരു പിടുത്തമില്ല. യൂണിവേഴ്സിറ്റിക്കാർ പൈസ ഒക്കെ മേടിക്കുന്നുണ്ട്. പക്ഷേ ഇനിയൊരു വോറോ ഇപ്പം ലിവീവിലായതുകൊണ്ട് ഒരുപാട് ബോംബൊന്നും വീണിട്ടില്ല. എന്നാൽ അതുപോലെയല്ല ഖാർക്കോവും കിയേവൊക്കെ. അവിടുത്തെ പിള്ളേരുടെ അവസ്ഥ ഇതിനേക്കാളൊക്കെ ദയനീയവും പരിതാപകരമാണ്. ഇതുവരെ എംബസിയോ ഒരു മനുഷ്യനോടെ സഹായിക്കാൻ ഒരു തരത്തിലെത്തിയിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞു തീരുമ്പോഴത്തേക്ക് നാളെ ചിലപ്പോൾ എംബസി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ ഈ പറയുന്നതിന് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യാം. ഇത് എനിക്കുണ്ടായ അനുഭവം സ്റ്റുഡൻറ്. ഇത്ര ഞാൻ പറയുന്നു. കഴിഞ്ഞോ വേറെ പറയാനുണ്ടോ? ഇല്ല, ഇത്ര തന്നെയാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ ശരിക്കുള്ള അവസ്ഥകൾ. അപ്പോൾ എനിക്കിതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഇത് മാക്സിമം ഷെയർ ചെയ്തിട്ട് ഇത് നമ്മുടെ ആളുകളിലോട്ടും അധികാരികളോട്ടും എത്തിക്കുക. ഇവർ അനുഭവിക്കുന്ന കഷ്ടപ്പാട് നമ്മുടെ ആളുകളും അറിയണം. അത്രയ്ക്കും ഇവർ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് അല്ല ഇവർ അർഹിക്കുന്നത്. ആസ് എ ഇന്ത്യൻ സിറ്റിസൺ ഒരു മലയാളികൾ എന്തായാലും നമ്മൾ ഗവൺമെൻറ് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ബെറ്ററായിട്ട് ചെയ്യണം. ഇവിടെ ഇപ്പം ഞങ്ങൾ കുറച്ച് മലയാളികൾ ഞങ്ങൾ പോളണ്ട് വാർസോന്ന് ഞങ്ങൾ ഒറ്റ ദിവസത്തേക്ക് ഇവിടെ വന്നതാണ്. കുറച്ച് ഫുഡ് കൊടുത്തിട്ട് പോകാമെന്നുള്ളൊരു മൈൻഡിൽ വന്നതാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ 2 ദിവസമായി ഞങ്ങളിവിടെ ഉറങ്ങാതെ ഇവർക്ക് വേണ്ടി നിൽക്കുവാണ്. ഞങ്ങൾക്ക് ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വേറെ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ ഇട്ടിട്ട് പോകാനും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവരുടെ ഒപ്പം തന്നെ നിൽക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തുക. ഇവർക്ക് മാക്സിമം എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. അപ്പോൾ റിക്വസ്റ്റ് ആണ്, എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക പ്ലീസ്.